ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2020 ഒരു ഫാന്റസി ആക്ഷൻ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി ഓൾഡ് ഗാർഡ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അധികമായിട്ട് വേറെ ഒന്നും പറയുന്നില്ല. നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടാതെ നമുക്കൊരു ഫസ്റ്റ് ചാനലുണ്ട്, അതറിയാത്തവരുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തേക്കാം. മറക്കാതെ അവിടെ കൂടി പോയി ഒന്ന് ചെക്ക് ചെയ്തേക്കുക. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു മൂവിയുടെ കഥ തുടങ്ങുന്നത് സൗത്ത് മൊറോക്കോയിലാണ്. കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള ആൻറ്റി, അതേപോലെ തന്നെ അവളോടൊപ്പം വന്നിരിക്കുന്ന ഒരുപാട് പേര് വെടിയേറ്റ് മരിച്ചു കിടക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നുണ്ട്, ഇത്രയേ ഉള്ളൂ, ഇതാണോ അവസാനം എന്നുള്ളൊരു ചോദ്യം ചോദിച്ച് അത് കഴിഞ്ഞ് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ഹീറോയിൻ ഇപ്പോൾ മൊറോക്കോയിലെ ഒരു വലിയ പട്ടണമുണ്ട്, ആ ഒരു പട്ടണത്തിനുള്ളിലൂടെ നടന്നിങ്ങനെ പോകുന്നു. അതേസമയം തന്നെ മറ്റൊരു വഴിയെ ഒരു ബൈക്കിൽ ഒരാളിങ്ങനെ വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും നേരെ ഒരുമിച്ച് വന്ന് കണ്ടുമുട്ടുമ്പോൾ അവൻ എന്തായാലും നമ്മുടെ ഹീറോയിൻ അറിയാം. അപ്പോൾ അവന്റെ പേര് ബുക്കർ എന്നാണ്. അങ്ങനെ ബുക്കറിനോടൊപ്പം അകത്തേക്ക് നടന്നു പോകുമ്പോഴത്തേക്കും ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, അല്ല എന്തിനാ എന്നെ ഇവിടേക്ക് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ 8 വർഷങ്ങൾക്ക് മുന്നേ നമുക്കൊരു ജോലി തന്ന ഒരു CIA അയാൾ അറിയോ? അതെ അറിയാം, ജെയിംസ്. അതെ, അയാളിപ്പോൾ നമുക്ക് പുതിയൊരു ജോലി തന്നേക്കാണ്. ഒരുപാട് സ്കൂൾ കുട്ടികളെ തീവ്രവാദികളെ തട്ടിക്കൊണ്ടുപോയി അവരെ രക്ഷപ്പെടുത്തണം, അതാണ് നമുക്കുള്ള പുതിയ ജോലി എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോയിൻ ചോദിക്കും, ബുക്കർ നിനക്കറിയാലോ, ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ 2 തവണ ജോലി ചെയ്യരുത്, അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് പറയുമ്പോൾ അവൻ നിർബന്ധിക്കുന്നത് കൊണ്ട് വേറെ വഴിയില്ലാതെ ഹീറോയിൻ അത് ചെയ്യാനായിട്ട് തയ്യാറാവും. അത് കഴിഞ്ഞ് അവളിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കാണ് കുറച്ച് പേര് നിന്ന് സെൽഫി എടുക്കുന്നു. അതിൽ ഹീറോയിന്റെ ഫോട്ടോയും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഹീറോയിൻ അവരുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവർ പറയും, മേഡം ഞങ്ങൾക്കൊന്ന് ഫോട്ടോ എടുത്ത് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ അവരുടെ ഫോൺ വാങ്ങി ആ ഒരു സെൽഫി ഉണ്ടല്ലോ അതങ്ങ് ഡിലീറ്റ് ആയി കളഞ്ഞിട്ട് ഇവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു. അതുപോലെ TV-ലെല്ലാം നോക്കുമ്പോൾ തന്നെ നല്ല ഇതിൽ യുദ്ധവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് നേരെ ഹോട്ടലിലേക്ക് പോവാണ്. ചെന്ന് ഡോറ് തുറക്കുമ്പോഴത്തേക്കും അതിനകത്ത് 2 പേരുണ്ട്. അവരുടെ പേര് നിക്കി ആൻഡ് ജോയ്. ഇവരെ രണ്ടുപേരെ കാണുമ്പോൾ തന്നെ ഹീറോയിൻ പെട്ടെന്ന് കെട്ടിപ്പിടിച്ച്, ഇവരെല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് കണ്ടിട്ട് തന്നെ വർഷങ്ങളായി, എല്ലാവരും പല ഇടങ്ങളിലായിട്ടാണ് താമസിക്കുന്നത്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ച് നമുക്ക് ഈ ഒരു ജോലി എന്തായാലും ചെയ്യാമെന്നും പറഞ്ഞ് ഇവർക്ക് ജോലി കൊടുക്കുന്ന ജെയിംസ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ അവനെ കാണാൻ വേണ്ടി നമ്മുടെ ഹീറോയിനും അതേപോലെ തന്നെ ബുക്കറും പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ ഈ കാണിക്കുന്നതാണ് ജെയിംസ് എന്ന് പറഞ്ഞ ഒരുത്തൻ. ഇവൻ കുറച്ചു കാലം CIA ആയിരുന്നു, ഇപ്പോൾ ഫ്രീലാൻസ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ അവന്റെ അടുത്തേക്ക് ഒന്ന് പരിചയപ്പെട്ടിട്ട്, കുറച്ചു കാലം നിങ്ങളെ കണ്ടില്ലല്ലോ. അപ്പോൾ അവൻ പറയും, എൻ്റെ ഭാര്യ മരിച്ചുപോയി, ഒരു അസുഖമായിരുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് യുദ്ധമെല്ലാം നടന്നിട്ട് ഈ ഒരു കുട്ടികളെ അവർ തട്ടിക്കൊണ്ടുപോയി. ഏകദേശം 10-18 കുട്ടികളുണ്ടാവും. ഞാൻ എൻ്റെ ടീമിനോട് സഹായം ചോദിച്ചപ്പോൾ അവർ വേറെ എന്തൊക്കെയാണെന്നാണ് വിചാരിച്ചത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ സഹായം ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കുട്ടികളുടെ ഫോട്ടോ മറ്റു കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ എന്തായാലും ഈ ഒരു ജോലി ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഇവർക്കായിട്ടുള്ള പണം എന്തായാലും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇവർ 4 പേരും ഒരു ഹെലികോപ്റ്ററിൽ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ ഇവരുടെ കൂടെ ഈ ഒരു തോക്കും മറ്റു കാര്യങ്ങളല്ലാതെ ഒരുപാട് ആയുധങ്ങളൊക്കെ ഉണ്ട്, ഈ ഒരു വാള് മറ്റു കാര്യങ്ങളൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ആ ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ നിന്നും ഒരുപാട് ദൂരം നടന്നു പോകണം. ഇതൊരു മരുഭൂമി പോലുള്ള സ്ഥലമാണ്. അങ്ങനെ 4 പേരും അതിനുള്ളിലൂടെ ഒരുപാട് ദൂരം നടന്ന് അവസാനം ഒരു ഗ്രാമം എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ കുറെ ദൂരം ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു ക്യാമ്പ് കാണുന്നു. അതുമല്ല ഇപ്പോൾ രാത്രിയായി. അപ്പോൾ അവിടെ ഒരുപാട് കാവൽക്കാരുണ്ട്. അവരെല്ലാം കാണുമ്പോഴത്തേക്ക് ഇവർ സ്നൈപ്പർ ഉപയോഗിച്ചിട്ട് ഓരോരുത്തരെയായിട്ട് ഷൂട്ട് ചെയ്ത് കൊന്ന് ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ ബാക്കിയുള്ള എല്ലാവരും ഓരോ പട്ടാളക്കാരെയായിട്ട് കൊന്ന് അകത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഈ ഒരു കുട്ടികളുടെ ഷൂവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇങ്ങനെ ഊരിയിട്ടേക്കുന്നു. അപ്പോൾ തന്നെ കൺഫേം ആയി ഇതിനകത്ത് തന്നെയാണ് കുട്ടികളുള്ളതെന്ന്. അങ്ങനെ 4 പേരും അതിനുള്ളിലേക്ക് കയറിയിട്ട് ഇപ്പോൾ ഒരു ഡോർ ഉണ്ട്, അത് തകർക്കാൻ വേണ്ടി ചെറിയൊരു ബോംബെല്ലാം വെച്ച് അത് തകർത്ത് ഉള്ളിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു വലിയ ഹാളാണിത്. പക്ഷെ അതിനകത്ത് ആരെയും കാണുന്നില്ല, പകരം നല്ല ഇതിൽ അവിടെ നിന്ന് വെളിച്ചമടിക്കുന്നുണ്ട്. ഇവർക്കാണെങ്കിൽ എന്താണെന്ന് മനസ്സിലാവാതെ 4 പേരും അങ്ങനെ നിൽക്കുമ്പോൾ എന്തോ ചതി ഉണ്ടെന്ന് മനസ്സിലാവുന്ന ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് അതിനകത്ത് നിന്നും ഒരുപാട് പട്ടാളക്കാർ വന്ന് ഇവരെ 4 പേരെ നിർത്താതെ ഷൂട്ട് ചെയ്ത് ഇത്രയും ബുള്ളറ്റ് കൊണ്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? 4 പേരുടെ കണ്ണിലും മുഖത്തും എല്ലായിടത്തും ബുള്ളറ്റ് കൊണ്ട് താഴേക്ക് മരിച്ചു വീഴുന്നു. അങ്ങനെ എല്ലാവരും മരിച്ചെന്ന് ഉറപ്പുവരുത്തിയിട്ട് അവരിപ്പോൾ 2ാമത് ബുള്ളറ്റ് ലോഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു സീനാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത്. പക്ഷെ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. എന്താണെന്ന് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിന്റെ മുഖത്തുള്ള ആ ഒരു മുറിവുണ്ടല്ലോ അതെല്ലാം ഇപ്പോൾ ഉണങ്ങാണ്, വീണ്ടും പഴയതുപോലെ ആവുന്നു. ഹീറോയിന്റെ മാത്രമല്ല അവിടെ കിടക്കുന്ന 4 പേരുടെയും മുറിവുകളെല്ലാം ഇപ്പോൾ പഴയതുപോലെ ആവുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഇവർ മരിക്കുന്നില്ല, പതിയെ എഴുന്നേൽക്കാണ്. ആ ഒരു കാര്യം അവിടെ നിൽക്കുന്ന ആ ഒരു പട്ടാളക്കാരുണ്ടല്ലോ അവർ കാണുന്നതുമില്ല. അങ്ങനെ നമ്മുടെ ഹീറോയിനും ബാക്കി എല്ലാവരും എഴുന്നേറ്റതിനു ശേഷം ഈ ഒരു കാര്യം അവർ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് അവർ ബുള്ളറ്റ് ലോഡ് ചെയ്യാവുന്ന ആ ഒരു സമയത്ത് തന്നെ 4 പേരും എഴുന്നേറ്റ് ഓടിച്ചെന്ന് വേറെ ലെവലിലുള്ള ഒരു ഫൈറ്റാണ്. ഇവർ 4 പേരും കൂടി ചേർന്ന് അവിടെയുള്ള ഒരു 10-20 പട്ടാളക്കാരുണ്ടാവും. അവരെ എല്ലാവരെയും കൊന്നു തള്ളുകയാണ്. അത് ഒരു ദയം ദാക്ഷിണ്യമില്ല. അതുപോലെ നമ്മുടെ ഹീറോയിന്റെ കയ്യിലാണെങ്കിൽ ഒരു വാളുണ്ട്, അതൊരു പ്രത്യേക ഷേപ്പാണ്. അത് വെച്ചിട്ട് തന്നെ എല്ലാവരെയും വെട്ടിക്കൊല്ലുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും കൊന്നു കഴിഞ്ഞതിന് ശേഷം ഇവിടെ എന്തായാലും കുട്ടികളില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് വെച്ചിട്ടുള്ള ഒരു കെണിയാണിത്.
കാരണം ആ ഒരു റൂമിന്റെ ഒരു ഭാഗത്ത് ക്യാമറ വെച്ചിട്ടുണ്ട്. അതിലൂടെ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആരോ ഒരാൾ കാണുന്നു. അത് വേറെ ആരുമല്ല, ഇവർ ഇവിടേക്ക് പറഞ്ഞു വിട്ട ജെയിംസ് എന്ന് പറഞ്ഞ അവൻ. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയിനും മനസ്സിലായി. അപ്പൊ ഇവരെ നാലുപേരെയും ഇങ്ങനെ കെണി വെച്ചിട്ട് ഇവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. എന്താന്ന് വെച്ചാൽ ഇവർ നാലുപേർക്കും ഒരിക്കലും മരണമില്ല. ഇവർ നാലുപേരും ഇമ്മോർട്ടൽസ് ആണ്. അത് സത്യമാണോ ഇല്ലേ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് അവൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അവർ നമ്മളെ കണ്ടുപിടിക്കാനായിട്ട് ഉടനെ തന്നെ ഇവിടേക്ക് വരും. അതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് മറ്റൊരിടത്തേക്ക് പോയേ മതിയാവോ എന്ന് പറഞ്ഞിട്ട് ഇവർ നാലുപേരും അവിടെ നിന്ന് പോകാനായിട്ട് തീരുമാനമെടുക്കും. അതേസമയം ഇപ്പോൾ മറ്റൊരിടത്ത് അഫ്ഗാനിസ്ഥാനിൽ കാണിക്കുമ്പോൾ അവിടുത്തെ ചെറിയ സിറ്റിയിലെ US പട്ടാളക്കാരെ, ഈ സ്ത്രീകൾ അധികമായിട്ട് താമസിക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും സ്ത്രീകളായിട്ടുള്ള പട്ടാളക്കാരാണ്. ഇപ്പൊ ആ ഒരു സ്ഥലത്തേക്ക് കയറി ചെന്നിട്ട് ഒരാളുടെ ഫോട്ടോ കാണിച്ച് അതിൽ നൈൽ എന്ന് പറഞ്ഞൊരു ഓഫീസർ, ഈ ഒരാളെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുപാട് പേരെയും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുപാട് പേരെയും കൊന്നിട്ടുണ്ട്, ഇവരെവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു സ്ത്രീ ഈ ഒരു വീടിനകത്ത് അവനുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇവരെല്ലാവരും പെട്ടെന്ന് അതിനകത്തേക്ക് കയറി ചെല്ലാണ്. ഡോർ തുറന്ന് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവൻ തോക്കും കൊണ്ട് നിൽക്കുന്നു. അതിനു മുന്നേ തന്നെ നൈല് അവനെ ഷൂട്ട് ചെയ്തങ്ങ് താഴെയിടും. അതുമല്ല അവൻ മരിക്കാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഫസ്റ്റ് എയ്ഡ് എടുത്ത് അവിടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞ് നൈലിപ്പോ അവന് ഫസ്റ്റ് എയ്ഡ് വെക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അവൻ എന്താ ചെയ്യുന്ന വെച്ചാൽ കത്തിയെടുത്ത് നൈലിന്റെ കഴുത്തിലേക്ക് ഒരു ഒറ്റ വിട്ട്. അപ്പൊ കൂടെയുള്ള ആ ഒരു പട്ടാളക്കാരി ഓടി വന്ന് നൈലിനെ പിടിക്കുമ്പോഴത്തേക്കും അവള് ഒരുപാട് രക്തം പോയി, കാരണം കഴുത്താണല്ലോ കട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നൈലിന് അധികം നേരം പിടിച്ചു നിൽക്കാനായിട്ട് കഴിയത്തില്ല. അവൾ അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ഹീറോയിനും ബാക്കിയുള്ള ആ ഒരു 3 പേരും ഇവരെല്ലാവരും ഇപ്പോൾ ഒരു ട്രെയിനിലെ വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും നല്ലതുപോലെ ഉറങ്ങുന്നുണ്ട്. അപ്പോഴാണ് എല്ലാവരും ഓരോ സ്വപ്നം കാണുന്നത്. എന്ത് സ്വപ്നമാണെന്നറിയോ? ആദ്യം അവരുടെ പഴയ കാലത്തെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളും അതിനിടയിൽ പെട്ടെന്ന് നമ്മുടെ നൈലിന്റെ ആ ഒരു മരണമുണ്ടല്ലോ, അവളുടെ കഴുത്ത് മുറിച്ച് അവളെ കൊല്ലുന്നത്, ആ ഒരു കാര്യമാണ് സ്വപ്നമായിട്ട് കാണുന്നത്. കണ്ടെല്ലാവരും പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് ആ ഒരു ട്രെയിനിനകത്ത് ഇരിക്കുമ്പോഴത്തേക്കും നൈല് ഇപ്പോൾ ഹീറോയിനെയും അതേപോലെ തന്നെ അവളുടെ കൂടെയുള്ളവരെ സ്വപ്നം കണ്ട് അവളും പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നു. എന്താണെന്ന് വെച്ചാൽ അവൾ മരിച്ചിട്ടില്ല. ഇതിപ്പോ എന്താണ് സംഭവിച്ചതെന്ന് നമ്മുടെ ഹീറോയിനും അതേപോലെ തന്നെ നൈലിനും മനസ്സിലാവുന്നില്ല. അപ്പൊ ഇതിൽ നിക്കി പറയുന്നുണ്ട്, അതെ ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടു എന്ന് പറയുമ്പോൾ ജോയി പറയും, എന്ത്, ഞാനും അതേ സ്വപ്നം തന്നെ കണ്ടു. അപ്പോൾ ബുക്കർ പറയും, അവനും അതേ കാര്യം തന്നെ കണ്ടു എന്ന്. അപ്പൊ ഇവർ കണ്ട കാര്യങ്ങളെല്ലാം പരസ്പരം ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ അവസാനം പറയും, അഫ്ഗാനിസ്ഥാനിലാണ് ഞാൻ ഒരു കാര്യം കണ്ടത്. 200 വർഷങ്ങൾക്ക് മുന്നെയാണ് ഞാൻ ഇതുപോലൊരു സ്വപ്നം കണ്ടത്. അതിനുശേഷം ഇപ്പോഴും വീണ്ടും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന നിക്കി പറയും, ഇങ്ങനെയെല്ലാം നടക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അങ്ങനെ ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോഴത്തേക്കാണ് ഇവര് ബുക്കറും ബാക്കിയുള്ളവരും പറയുന്നത്, നമുക്ക് എന്തായാലും ജെയിംസിനെ അന്വേഷിച്ച് തന്നെ പോവാന്ന് പറയുമ്പോൾ നിക്കി പറയും, ഇല്ല, ഈ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചേ മതിയാവൂ. അവൾക്ക് ഇതുപോലൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൾ നമ്മളെപ്പോലെ തന്നെ ഇനി ഒറ്റയ്ക്കുള്ളൊരു ജീവിതം ജീവിക്കേണ്ടി വരും. അത് വളരെ പ്രയാസമുള്ളതായിരിക്കും. അതുകൊണ്ട് അവളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് സമാധാനിപ്പിച്ചേ മതിയാവൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയും, ശരി, അവളെ എന്തായാലും ഞാൻ കണ്ടുപിടിച്ചിട്ട് വരാം. എന്നിട്ട് നിങ്ങളെല്ലാവരും നേരെ ഫ്രാൻസിലേക്ക് പോകും. അവിടെ കുറച്ച് ദിവസം സേഫായിട്ട് ജീവിക്കാൻ നോക്ക്. എന്നിട്ട് ജെയിംസിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഞാൻ പോയി അവളെ കണ്ടുപിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ആ ഒരു ഓടുന്ന ട്രെയിനിൽ നിന്ന് ഹീറോയിൻ പെട്ടെന്ന് താഴേക്ക് ചാടാണ്. അത്ര വേഗതയൊന്നുമില്ല, അതുകൊണ്ടാണ് അവൾ സിമ്പിളായിട്ട് താഴേക്ക് ചാടുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു മിലിറ്ററി ക്യാമ്പിൽ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ നൈലിനെ കാണിക്കുമ്പോൾ ഒരു ദിവസം പോലും ആയില്ല അവൾക്ക് ആ ഒരു മുറിവ് ഏറ്റിട്ട്. പക്ഷെ ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്ക് അവളുടെ കഴുത്തിൽ ഒരു ചെറിയ സ്ക്രാച്ച് പോലും ഇല്ല. കൂടെയുള്ളവർക്കും എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതുപോലെ എല്ലാവർക്കും നൈലിനോടൊപ്പം ചെറിയൊരു പേടിയുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ജെയിംസിനെ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പൊ സ്റ്റീവൻ ഒരു ഡോക്ടറുമായിട്ട് ചേർന്ന് ഒരു റീജനറേറ്റീവ് മെഡിസിൻ ആണ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്, അമരത്വം നൽകുന്ന. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യണം. അത് ഫ്രീ ആയിട്ട് നമുക്ക് എന്തായാലും കൊടുക്കാൻ കഴിയത്തില്ല. ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും ഞങ്ങളത് കൊടുക്കാൻ പോവാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് ബിസിനസ്സുകാരന്മാരോട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് സ്റ്റീവൻ അവിടെ നിന്ന് പോകുമ്പോൾ ജെയിംസ് അവിടെ വരാനുള്ള പ്രധാന കാരണം നമ്മുടെ ഹീറോയിനും ടീമും ഉണ്ടല്ലോ, അവർക്കുള്ള ആ ഒരു അമരത്വം എന്നുള്ള ആ ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു പവർ, അതിനെ പറ്റിയുള്ള ആ ഒരു വീഡിയോ സ്റ്റീവനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ആ ഒരു വീഡിയോ കാണിക്കുമ്പോഴത്തേക്കാണ് സ്റ്റീവൻ ചോദിക്കുന്നത്, ശരി ബ്ലഡ് സാമ്പിൾ ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അതൊന്നും കിട്ടിയില്ല, അത് കുറച്ച് റിസ്ക് ആയിരുന്നു. സ്റ്റീവൻ പറയും, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അവരെ എല്ലാവരെയും വേണം, അവർ സാധാരണ മനുഷ്യരല്ല എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല, എന്നിരുന്നാലും അവരെല്ലാവരെയും ഇവിടേക്ക് കൊണ്ടുവരണമെന്ന് സ്റ്റീവൻ ഇങ്ങനെ പറയാണ്. അതേസമയം ഇവിടെ നൈലിനെ കാണിക്കുമ്പോൾ നൈൽ ഈ വർക്കൗട്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് 2 പട്ടാളക്കാർ അകത്തേക്ക് കയറി വന്ന്, നിനക്ക് കൂടുതൽ ടെസ്റ്റുകൾ ആവശ്യമാണ്, അതുകൊണ്ട് നിന്നെ മറ്റൊരു ലാബിലേക്ക് അയക്കാൻ പോവാണ്, നീ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരണമെന്ന് പറയുമ്പോൾ നൈലിപ്പോൾ എഴുന്നേറ്റ് ഈ യൂണിഫോം എല്ലാം മാറി പോകാനായിട്ട് വരുമ്പോൾ അവിടെയുള്ള എല്ലാവരെയും ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരെയും നോക്കി അവൾ പതിയെ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇവരിപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അവളെ കൊണ്ടുപോകാനായിട്ട് ആളുകൾ വരുന്നത് വരെ അവൾ അവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്ന സമയത്താണ് ഇവിടേക്ക് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ കയറി വരുന്നത്. ഈ പട്ടാളക്കാരും കാണുന്നില്ല, അവൾ ഒളിച്ചാണ് കയറി വരുന്നത്. ഇപ്പൊ അകത്തേക്ക് വന്ന് നൈലിന്റെ അടുത്ത് കുറച്ച് പട്ടാളക്കാരുണ്ട്. ഓടി ചെന്നിട്ട് അവരെ എല്ലാവരും ഇടിച്ച് താഴെക്കിട്ട് ഇപ്പൊ തോക്കെടുത്ത് നൈലിന്റെ നേർക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ അവൾ ചോദിക്കും, നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവളുടെ പേര് പറഞ്ഞിട്ട് തലയിലേക്ക് ഒരു ഒറ്റയിടി. അത് കഴിഞ്ഞ് നൈലിനെ ഇവരുടെ ആ ഒരു മിലിറ്ററി വണ്ടിയിലെടുത്തിട്ടിട്ട് അവിടുന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്താണ് നമ്മുടെ ഹീറോയിൻ അറിയുന്നില്ല
നൈൽ ഇപ്പോ പതിയെ കണ്ണുറക്കുന്നു. എന്നിട്ട് അവൾ എഴുന്നേറ്റ് ഈ ഒരു ബാക്കിലത്തെ ഡോറ് അതെങ്ങനെയെങ്കിലും ചവിട്ടി തുറന്ന് നേരെ താഴേക്ക് വന്ന് വീഴും. ഈ ഒരു കാര്യം ഹീറോയിൻ കണ്ട് വണ്ടി അവിടെ നിർത്തി വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും നൈൽ പിന്നെയും എഴുന്നേറ്റ് ഓടാൻ ശ്രമിക്കുന്നു. അങ്ങനെ തോക്കെടുത്ത് നൈലിന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും നൈല് അവിടെ മരിച്ചു കിടക്കാണ്. ഇവൾ എഴുന്നേൽക്കത്തില്ലേന്ന് വിചാരിക്കുമ്പോൾ അവളുടെ തലയിൽ ആ ഒരു മുറിവുണ്ടല്ലോ അത് മാറി നൈൽ പെട്ടെന്ന് എഴുന്നേൽക്കും. അപ്പോൾ നൈലിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത് എങ്ങനെയാണെന്ന്. അപ്പോൾ നൈൽ എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, ഇതെങ്ങനെയാ, ഇത് റിയൽ അല്ല, ഞാൻ സ്വപ്നം കാണുന്നതെന്ന് പറയുമ്പോൾ ഹീറോയിൻ അടുത്തേക്ക് വന്നിട്ട് പറയും, നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ല, നിന്നെ കൊണ്ട് മരിക്കാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് അവളെ എഴുന്നേൽപ്പിക്കുമ്പോൾ അവളൊരു കത്തി എടുത്ത് ഹീറോയിന്റെ തോളിലേക്ക് ഒരു ഒറ്റ കുത്ത്. ഇപ്പൊ ആ ഒരു കത്തി വലിച്ചൂരിട്ട് ഇനി ഇങ്ങനെ ചെയ്യരുത്. അപ്പൊ അവള് ചോദിക്കും, നീ ആരാ? ഞാനൊരു ഇമ്മോർട്ടൽ ഗ്രൂപ്പിന്റെ ലീഡറാണ്, നിനക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം വരാൻ പറഞ്ഞു. ഹീറോയിൻ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു പോകുമ്പോഴത്തേക്കും മനസ്സിലാക്കിയല്ലേ പറ്റൂ, അതുകൊണ്ട് അവളും കൂടെ തന്നെ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവര് രണ്ടുപേരും നേരെ ചെല്ലുന്നത് ഒരു വിമാനത്തിനടുത്തേക്കാണ്. കാരണം ഇതിലാണ് ഇവർ ഇവിടെ നിന്ന് പോകാൻ പോകുന്നത്. അങ്ങനെ നൈലിനെ അതിനകത്തേക്ക് കയറ്റിയിട്ട്, ശരി ഞാൻ ആ ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നിനക്ക് മറുപടി തരാമെന്ന് പറഞ്ഞ് ഈ ഒരു വിമാനം ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ഇപ്പോൾ ഹീറോയിൻ വെളിയിലേക്ക് ഇറങ്ങി വന്ന് ബുക്കറിനോട് പറയുന്നുണ്ട്, എനിക്ക് അവളെ കിട്ടി, ഞാൻ ഉടനെ തന്നെ അവിടേക്ക് വരികയാണെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഈ വിമാനത്തിൽ ഇവർ രണ്ടുപേരും അങ്ങനെ പോവാണ്. അപ്പോൾ നൈലിന് ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അതിനുള്ള മറുപടി ഇപ്പോഴും ഹീറോയിൻ കൊടുത്തിട്ടില്ല. അങ്ങനെ ഈ ഒരു വിമാനത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നൈലിന് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുപോലെ അവളാണെങ്കിൽ ചെറിയ രീതിയിൽ പേടിച്ചിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ പറയുന്നുണ്ട്, ഒരു കാലത്ത് ഞാൻ നിന്നെ പോലെ ഒരു ദൈവം തന്നെയായിരുന്നു, പക്ഷെ എനിക്ക് ഇങ്ങനെ പ്രത്യേകം കഴിവുകളൊന്നും ഇല്ല കേട്ടോ. ശരി, എന്തായാലും നിന്റെ സംശയങ്ങളൊക്കെ മാറ്റിത്തരാം, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇപ്പൊ എന്തായാലും കിടന്ന് ഉറങ്ങിയാനെ എന്നും പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ കിടന്നങ്ങ് ഉറങ്ങാണ്. അങ്ങനെ കുറെ നേരം കഴിയുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ നൈൽ എഴുന്നേറ്റ് ആ ഒരു പൈലറ്റ് ഉണ്ടല്ലോ അയാളുടെ തലയിലേക്ക് തോക്ക് വെച്ചിട്ട്, മര്യാദയ്ക്ക് ഇത് ലാൻഡ് ചെയ്തോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യുമെന്ന് പറയുന്നതും ഹീറോയിൻ എഴുന്നേൽക്കുമ്പോൾ അവളുടെ കൈയും ലോക്കാക്കി വെച്ചേക്കാണ്, അതുകൊണ്ട് ഹീറോയിൻ എഴുന്നേൽക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഹീറോയിൻ ആ ഒരു പൈലറ്റിനോട് പറയും, കുഴപ്പമില്ല നീ ഇങ്ങനെ എഴുന്നേറ്റ് വരാൻ പറയുമ്പോൾ നൈല് പറയും, ഇല്ല എഴുന്നേറ്റ് ഞാൻ ഷൂട്ട് ചെയ്യും. ഹീറോയിൻ, അവൾ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, എഴുന്നേറ്റ് വാന്ന് പറയുന്നതും ഈ ഒരു പൈലറ്റ് ഇപ്പോൾ ആകെ വല്ലാണ്ടായിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഹീറോയിൻ പെട്ടെന്ന് അവളുടെ തോക്കെടുത്ത് ഈ ഒരു പൈലറ്റിനെ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തോ ഒരു കാര്യം വേറൊരു ഭാഷയിൽ പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യുന്നു. പൈലറ്റ് അവിടെ തന്നെ മരിച്ചു വീഴാണ്. ഇത് കാരണം ഈ ഒരു വിമാനത്തിന്റെ കൺട്രോൾ പോയിട്ട് ആദ്യടിച്ച് താഴേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പൊ ഇതുകൂടി ആകുമ്പോഴത്തേക്കും നൈല് പറയും, ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ വേറൊന്നുമില്ല, വിമാനത്തിൽ നിന്നെടുത്ത് താഴേക്ക് ചാടി രക്ഷപ്പെടുക, ഇല്ലല്ല എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, ശരി എനിക്ക് വിമാനം ഓടിക്കാൻ അറിയാം, ഈ കെട്ടം കഴിച്ചു തരാൻ പറയുമ്പോഴത്തേക്കും നൈല് നേരെ ചെന്നിട്ട് ആ ഒരു കെട്ടഴിക്കുന്ന സമയത്ത് തന്നെ ഹീറോയിൻ പെട്ടെന്ന് നൈലിൽ ഇടിച്ചങ്ങ് താഴെക്കിടും. പിന്നീടാണ് മനസ്സിലാവുന്നത് ആ ഒരു പൈലറ്റ് മരിച്ചിട്ടില്ലായിരുന്നു. ഹീറോയിൻ അവനെ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ മറ്റൊരു ഭാഷയിൽ പറഞ്ഞത് വെറുതെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ ഇതുകൂടി ആവുന്നത് നമ്മുടെ നൈൽ എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് ഹീറോയിനെ വന്ന് ഇടിക്കാൻ തുടങ്ങും. ഹീറോയിൻ പറയും, ഇല്ല വേണ്ട, ഇതിപ്പോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അവൾ കേൾക്കുന്നില്ല. അപ്പോൾ ഹീറോയിൻ വെറുതെ ഇരിക്കോ, നൈലിനെ നല്ലതുപോലെ ഇടിക്കും. എത്ര ഇടിയുണ്ടിട്ട് അവൾ വീണ്ടും എഴുന്നേറ്റ് വരാണ്. അങ്ങനെ ഇടിച്ചിടിച്ച അവസാനം നൈലിന്റെ കൈ ഉണ്ടല്ലോ അത് പിടിച്ചങ്ങ് ഓടിക്കുന്നതും അവളുടെ എല്ല് പുറത്തേക്ക് വന്നു. വേദന കാരണം അവൾ കാലുകൊണ്ട് അടിക്കാൻ വരുമ്പോൾ കാലിനും ഒരു ഒറ്റയടി. കാല് ഒടിഞ്ഞ് നൈല് നേരെ താഴേക്ക് വീഴുമ്പോഴത്തേക്കാണ് പറയുന്നത്, ഓക്കെ നീ നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, അതുമല്ല പെട്ടെന്ന് തന്നെ നിന്റെ ഈ ഒരു മുറിവും ഉണങ്ങിക്കോളെന്ന് പറയുന്നതും അവളുടെ ആ ഒരു പൊട്ടി എല്ലുകളെല്ലാം വീണ്ടും പഴയതുപോലെ തന്നെ ആവുകയാണ്. അപ്പോഴാണ് നൈല് ചോദിക്കുന്നത്, ഇത് സത്യമാണോ? അതെ, അവർ നിന്നെ ടെസ്റ്റ് എന്നും പറഞ്ഞ് കൊണ്ടുപോകാനായിട്ട് നിന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ്, നിന്നെ അടച്ചിട്ട് പരീക്ഷണം നടത്താൻ വേണ്ടി. അവിടെ നിന്നാണ് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇവർ രണ്ടുപേരും നേരെ ഫ്രാൻസിലേക്ക് വന്നു. എന്നിട്ട് ഒരു പഴയ ബിൽഡിംഗ് ഉണ്ട്, അതിനകത്തേക്ക് അവളിങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇതേതാ സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ ഇതൊരു പഴയ സ്ഥലമാണ്, ഇവിടെയാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അതിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ബാക്കിയുള്ള എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ നൈലിനെ കൊണ്ടുവന്ന് അവരെല്ലാവരെയും പരിചയപ്പെടുത്തുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ നൈല് ചോദിക്കും, അല്ല ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളെല്ലാവരും സ്വപ്നം കണ്ടത്, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഇത് കേട്ട നിക്കി പറയും, നമ്മളെ പോലെയുള്ള എല്ലാവരും കണ്ടുമുട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരസ്പരം ഇങ്ങനെ സ്വപ്നം കാണുന്നത്. ഇപ്പോൾ പുതുതായിട്ട് വന്നവർക്ക് ഇതെല്ലാം മനസ്സിലാവാനായിട്ട് കുറച്ച് സമയമെടുക്കും. അവസാനമായിട്ട് വന്നത് ബുക്കറാണ് 1812. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അവൾക്ക് പെടുന്ന അത്ഭുതമായി. 1812 വന്ന ഒരാള് ഈ ഒരു സമയത്ത് ഇങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ബുക്കർ പറയുന്നത്, അതെ നെപ്പോളിയന് വേണ്ടി യുദ്ധം ചെയ്തപ്പോഴത്തേക്കാണ് ഞാൻ മരണപ്പെട്ടത്. അപ്പോൾ നൈല് നിക്കിയെ നോക്കിയിട്ട് ചോദിക്കും, അപ്പോൾ നീ ഇവനെങ്കാട്ടി പ്രായമുണ്ടോ? അതെ, ഞങ്ങൾ അതിനു മുന്നേയുള്ള ഒരു യുദ്ധത്തിലാണ് ഞാനും ജോയും പരിചയപ്പെട്ടത്. ഞങ്ങൾ രണ്ടുപേരും 2 രാജ്യക്കാരായിരുന്നു, ശത്രുക്കള്. പക്ഷെ അവിടെ വെച്ച് ഞങ്ങൾ രണ്ടുപേരും മരിച്ചതിന് ശേഷം വീണ്ടും ഒരുമിച്ച് കാണുമായിരുന്നു. ഇപ്പോ അപ്പൊ ഇവർക്ക് തന്നെ ഇത്രയും പ്രായം ഉണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിൻ എന്തുമാത്രം പ്രായം ഉണ്ടാവും? അത് നൂറ്റാണ്ടുകൾക്ക് മുന്നെയാണ് ഹീറോയിൻ ജനിച്ചത്. ആ ഒരു കാര്യം നൈല് മനസ്സിലാക്കുന്നതും അവൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് വയസ്സുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ അതുപോലെ ഓർമ്മയില്ല. അപ്പോൾ നൈല് ചോദിക്കും, അങ്ങനെയാണെങ്കിലേ നമ്മൾ ആരും ഒരിക്കലും മരിക്കത്തില്ലേന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, അതൊരിക്കലും പറയാൻ കഴിയത്തില്ല, നമുക്ക് എല്ലാവർക്കും ഒരു അവസാനമുണ്ട്. കാരണം എന്റെ കൂടെയുള്ള വേറൊരാള് മരണപ്പെട്ടു, അത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് മുറിവുണ്ടാവും, അതൊരിക്കലും ഉണങ്ങത്തില്ല. അതെപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയത്തില്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോൾ നൈലിനോട് കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറയും. അങ്ങനെ അത് കഴിഞ്ഞ് ഇവരെല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയത്താണ്
പെട്ടെന്ന് നമ്മുടെ നൈലി ഞെട്ടിയങ്ങ് എഴുന്നേൽക്കുന്നു. എന്താണ് കാര്യം ചോദിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. കഴിഞ്ഞ തവണ കണ്ടതുപോലെയല്ല, ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. എന്താ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ കടലിനടിയിലെ ഒരു ഇരുമ്പ് ശവപ്പെട്ടിക്കുള്ളിലെ ഒരു പെൺകുട്ടിയെ അവൾ വീണ്ടും ജീവനോടെ തിരിച്ചു വരുന്നത് പോലെയാണ് ഞാൻ സ്വപ്നം കണ്ടത് എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹീറോയിൻ നല്ലതുപോലെ ഞെട്ടുന്നുണ്ട്. ബാക്കി എല്ലാവരും ഞെട്ടുന്നുണ്ട്. അവളുടെ കൈ ഉപയോഗിച്ച് അവളത് തകർക്കാൻ ശ്രമിക്കുന്നു. അവൾ നല്ല ദേഷ്യത്തിലാണ് എന്ന് പറയുമ്പോഴത്തേക്കാണ് ആ ഒരു പെണ്ണിനെ എല്ലാവർക്കും അറിയാം. നിക്കി പറയും അവളുടെ പേര് ക്യൂൻ എന്ന് പറയുമ്പോൾ അവൾ നമ്മളെപ്പോലെയുള്ള ഒരാളായിരുന്നു. ആന്റി കണ്ടുപിടിച്ച ആദ്യത്തെ ആള് അവളായിരുന്നു. ക്യൂനിനെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആന്റി ഒരുപാട് വർഷം ഒറ്റയ്ക്കായിരുന്നു ജീവിച്ചിരുന്നത്. ആ ഒരു കാലഘട്ടത്തിലെ ആന്റിയും ക്യൂനും ഇവർ രണ്ടുപേരാണ് ഒരുമിച്ച് ജീവിച്ചത്. ഞാനും നിക്കിയും ജനിക്കുന്നതിന് മുന്നേ. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ച് ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്തു, ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചു, ഒരുപാട് പേരെ കൊന്നു. പല പല ചരിത്രത്തിലും അവരുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അവരെ രണ്ടുപേരെയും ആ രാജ്യത്തുള്ള ജനങ്ങൾ ഒരിക്കലും വിശ്വസിച്ചില്ല. കാരണം ഇവർക്ക് മാത്രം മരണമില്ല. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും മന്ത്രവാദികളാണെന്ന് വിചാരിച്ച് രണ്ടുപേരെയും ജയിലിലടച്ചു, ഒരുപാട് ശിക്ഷകൾ കൊടുത്തു. പല തവണയും കൊല്ലാൻ ശ്രമിച്ചിട്ടും രണ്ടുപേരും ജീവനോടെ തിരിച്ചു വരുന്നത് കാരണം വീണ്ടും വീണ്ടും അവരെ കൊന്നുകൊണ്ടേയിരുന്നു. പക്ഷെ അവർ മരിച്ചില്ല. അങ്ങനെ ഇവരെ രണ്ടുപേരെയും ജയിലിലിടുന്ന ആ ഒരു സമയത്ത് ക്യൂൻ അവളുടെ കയ്യിലുള്ള ഒരു മാല എടുത്ത് ഹീറോയിന് കൊടുത്തിട്ട് പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും ജീവിതകാലം മുഴുവനും ഒരുമിച്ചായിരിക്കണം എന്നുള്ള ആ ഒരു കാര്യം പറയുന്ന സമയത്ത് ആ ഒരു കാലഘട്ടത്തിലെ അവിടെയുള്ള സൈനികര് ഇവരെ രണ്ടുപേരും തീ വെച്ച് കൊല്ലാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. ഇവര് രണ്ടുപേരും അതിനുവേണ്ടി തയ്യാറായിരുന്നു, കാരണം ഇവർക്ക് മരിക്കത്തില്ല എന്നറിയാലോ. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം. ആന്റിയെ മാത്രം അതിനകത്താക്കിയിട്ട് ക്യൂവിനെ അവർ പിടിച്ചുകൊണ്ടുപോയി അവസാനം ഒരു ഇരുമ്പ് ശവപ്പെട്ടിക്കുള്ളിൽ അവളെ മൂടിയിട്ട് ജീവനോടെ തന്നെ ക്യൂവിനെ നേരെ കടലിലേക്ക് കൊണ്ട് എറിയുമായിരുന്നു. പക്ഷെ അവർക്കറിയത്തില്ലല്ലോ അവൾ ഒരിക്കലും മരണപ്പെടുത്തില്ലെന്ന്. അങ്ങനെ ആ ഒരു കടലിനുള്ളിലാണ് ഇപ്പോഴും ക്യൂനുള്ളത്. അപ്പൊ ക്യൂനിനെ രക്ഷിക്കാൻ കഴിയാത്ത ആ ഒരു കുറ്റബോധത്തോടെ ഇത്രയും കാലം ആന്റി ജീവിക്കുമായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നൈലിനോട് നിക്കി ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇവർ തന്നെ ഇവിടെ ജീവിച്ചിട്ട് എത്ര കാലമായെന്ന് നോക്കണം. അത് നൂറ്റാണ്ടുകൾ, നമുക്ക് പറയാൻ പറ്റാത്ത അത്രയും കാലം. അപ്പൊ ക്യൂൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണ് ഈ ഒരു വെള്ളത്തിനടിയിൽ മരിക്കാതെ എത്ര കാലം അങ്ങനെ കിടക്കണം ഇരുട്ടില്. ആ ഒരു ദേഷ്യമെല്ലാം അവൾക്ക് നല്ലതുപോലെ തന്നെ ഉണ്ട്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോഴത്തേക്കും നൈൽ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഹീറോയിനും പുറകെ തന്നെ ഉണ്ട്. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, നിങ്ങളുടെ ജീവിതം കേട്ടിട്ട് ഇതിലൊരു നല്ല കാര്യം ഒരിക്കലുമില്ല, അതുകൊണ്ട് എനിക്ക് പേടിയാണ്, ഇങ്ങനെയുള്ള ജീവിതം എനിക്ക് വേണ്ടാന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, നീ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല, ഇത് തന്നെയായിരിക്കും നിന്റെ ജീവിതം, അതുകൊണ്ട് നീ അത് മനസ്സിലാക്കിയാൽ മതിയാവും. എന്തായാലും നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ 4 പേര് നിന്റെ പുറകെ തന്നെ ഉണ്ടാവും എന്ന് പറയുന്ന സമയത്താണ് ഈ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് ആ ഒരു പട്ടാളക്കാരുണ്ടല്ലോ അവരെങ്ങനെയോ കണ്ടുപിടിച്ചിട്ട് വന്നു. എന്നിട്ട് അവരകത്തേക്ക് കയറി പെട്ടെന്ന് അതിനകത്തൊരു ഷൂട്ടൗട്ട് നടക്കുമ്പോഴത്തേക്കും ഈ ഒരു ശബ്ദം കേട്ട് നമ്മുടെ ഹീറോയിനും നൈലും പതിയെ താഴേക്ക് ഒളിച്ചിരുന്നിട്ട് അങ്ങനെ നടന്നു പോവാണ്. അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ ബുക്കർ ഉണ്ടല്ലോ, അവൻ ആ ഒരു ചെയറിലിരിക്കുന്നു. അവന്റെ വയറെല്ലാം പൊട്ടി കീറി അവനിങ്ങനെ മരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ നേരെ അടുത്തേക്ക് ചെന്നിട്ട് ബുക്കർ എഴുന്നേൽക്ക്, തിരിച്ചു പോവാന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും പതിയെ പതിയെ അവന്റെ മുറിവ് ഉണങ്ങുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ അവൻ വീണ്ടും തിരിച്ചു വരികയാണ്. അങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവനിപ്പോൾ ജീവനോട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഹീറോയിൻ പറയും, നൈൽ നീ എന്തായാലും ഇവിടെ തന്നെ ഇരിക്കേ, ഞാൻ എന്തായാലും അവരേക്ക് പോവാം എന്ന് പറയുമ്പോഴത്തേക്കും ഇവരെ പിടിക്കാൻ വന്നത് വേറെ ആരുമല്ല, ജെയിംസും ടീമുമാണ്. അവൻ ഈ ഒരു കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. അതുപോലെ ഇവരെന്തായാലും വീണ്ടും ജീവനോട് തിരിച്ചു വരുമെന്നുള്ള കാര്യം അറിയാലോ. അതുകൊണ്ട് തന്നെ ജെയിംസ് പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയേ മതിയാവും എന്ന് പറഞ്ഞിട്ട് ഇവർ ഇവിടെ നിന്ന് പോകാനായിട്ട് തീരുമാനിക്കുമ്പോൾ ഹീറോയിൻ നൈലിനോട് പറയും, ശരി ഞാനൊരു സിഗ്നൽ തരുന്നത് വരെ അവിടേക്ക് വരരുതെന്നും പറഞ്ഞ് ഹീറോയിൻ പോകാനായിട്ട് വരുമ്പോൾ അല്ല സിഗ്നൽ എന്താ അതുമാത്രം ഹീറോയിൻ പറയത്തില്ല. ബുക്കറിനോട് ചോദിക്കുന്നുണ്ട്, അവൾ എന്ത് സിഗ്നലാ തരാൻ പോകുന്നത് ചോദിക്കുമ്പോൾ അതൊക്കെ തരുമ്പോൾ നിനക്ക് മനസ്സിലാവുമെന്നും പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ബാഗെല്ലാം പാക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ അവളുടെ കയ്യിലുള്ള ആ ഒരു വാളും എടുത്ത് നേരെ ഈ ഒരു പട്ടാളക്കാരി നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെന്നിട്ട് അതിന് മുകളിൽ നിന്ന് ചാടി താഴേക്ക് ഇറങ്ങി ഇപ്പോൾ വേറെ ലെവലിൽ എല്ലാവരെയും കൊല്ലാണ്. അവൾ ഒറ്റയ്ക്ക് നിന്ന് കൊല്ലുന്നത് തന്നെ ഒരു 19 പേരെ. അങ്ങനെ ആ ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ട് അവരുടെ കയ്യിലുള്ള ഒരു ബോംബ് എടുത്ത് ഈ ഒരു ചുമരങ്ങ് തകർക്കുമ്പോഴത്തേക്കും നൈൽ ഇവിടുന്ന് ഈ ഒരു ശബ്ദം കേൾക്കുമ്പോൾ അപ്പോഴാണ് ബുക്കർ പറയുന്നത്, ദേ ഇതാണ് ആ ഒരു സിഗ്നല് എന്നും പറഞ്ഞ് ഇവർ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും നൈൽ നോക്കുമ്പോൾ അവിടെ ഒരുപാട് പേരെ കൊന്നിട്ടേക്കുന്നു. ഇവരെല്ലാവരും ഒറ്റയ്ക്ക് വന്ന് നിങ്ങളാണോ എന്നുള്ള രീതിയിൽ അവളിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ 3 പേരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് വെളിയിലേക്ക് വരികയാണ്. അതേസമയം ഇവിടെ നമ്മുടെ ജോയിനെ നിക്കിനെ കാണിക്കുമ്പോൾ ഇവരെ രണ്ടുപേരെയും ഈ ഒരു പട്ടാളക്കാർ അവരുടെ വണ്ടിയിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും രണ്ടുപേരെയും കളിയാക്കുന്നുണ്ട്. രണ്ടുപേരും പ്രേമിക്കുകയാണോ എന്നെല്ലാം ചോദിച്ചിട്ട് കളിയാക്കുമ്പോഴത്തേക്കും ഇവർക്ക് ദേഷ്യം വന്നിട്ട് അവിടെയുള്ള എല്ലാത്തിനെയും കൊല്ലും. കുറച്ച് കഴിഞ്ഞ് ഈ വണ്ടി തുറക്കുമ്പോൾ അതിനകത്ത് ഒരു പട്ടാളക്കാരനും ജീവനോടെ ഇല്ല. ഓക്കെ, രണ്ടുപേരെയും ഈ ഒരു ഹെലികോപ്റ്ററിലേക്ക് കയറ്റെന്നും പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ ജെയിംസ് ഇവരെ രണ്ടുപേരെയും പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോവാണ്. വേറെ എങ്ങോട്ടാന്ന് വെച്ചാൽ ഈ സ്റ്റീവന്റെ അടുത്തേക്ക്, കാരണം അവൻ ഇവരെ വെച്ചിട്ട് റിസർച്ച് ചെയ്യാൻ വേണ്ടി. അതേസമയം നമ്മുടെ ഹീറോയിൻ, ബുക്കർ, നൈലി ഇവര് 3 പേരും അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വരുന്നു. ആൾ താമസമൊന്നുമില്ലാത്തൊരു സ്ഥലം, അതും വലിയൊരു ഗുഹയാണ്. അതിനുള്ളിലേക്ക് 3 പേര് കയറുമ്പോൾ നൈലി ചോദിക്കുന്നുണ്ട്, ഇതെന്ത് സ്ഥലമെന്ന് ചോദിക്കുമ്പോൾ ഇവിടെയാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ആയുധങ്ങൾ ഇവർ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ജനിച്ചവരാണല്ലോ. ആ ഒരു സമയത്ത് തന്നെ ഇവർ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇതെല്ലാം കാണുമ്പോൾ തന്നെ നൈല് നല്ലതുപോലെ
അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കുന്നു. കാരണം അത്രയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആളുകളാണ് ഇവര്, ഒരിക്കലും മരണമില്ലാത്തവര്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ ഹീറോയിൻ ബുക്കറിനോട് പറയും, നിക്കിനെ ജോയിനെയും എന്തായാലും ജെയിംസ് ആയിരിക്കും കൊണ്ടുപോയിരിക്കുന്നത്, അവരെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞിട്ട് ഇവിടെ നിക്കിയെയും ജോയിനെ കാണിക്കുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് സ്റ്റീവന്റെ അടുത്തേക്കാണ് അവർ രണ്ടുപേരെയും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ സ്റ്റീവൻ അവരുടെ മുന്നിലേക്ക് വന്ന്, ഹേയ് നിങ്ങൾ രണ്ടുപേരെയും വെച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഭയങ്കരമായിട്ട് ഡയലോഗ് അടിക്കുമ്പോൾ ജോ അവന്റെ തലയിലേക്ക് ഒരു ഒറ്റയിടി ഇടികൊണ്ട് താഴെ വീഴുന്നതും, ഓക്കെ ഗൈസ് നിങ്ങളെ എന്തായാലും ഞാൻ ഇവിടെ തന്നെ വെച്ചേക്കും എലികൾക്ക് പകരമായിട്ട് എന്ന് പറഞ്ഞ് അവനിങ്ങനെ കയറി പോകുമ്പോൾ ജെയിംസ് വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ അവരെ പരീക്ഷണം ചെയ്യാൻ പോകണം, നീ എന്താ അവര് ജീവിതകാലം മുഴുവൻ ഇവിടെ വെക്കാൻ പോവാണോ, അതല്ലല്ലോ ഞാൻ നീയായിട്ടുള്ള കരാറ് എന്ന് ജെയിംസ് പറയുമ്പോഴത്തേക്കും സ്റ്റീവൻ ആണെങ്കിൽ അതൊന്നും വലിയ കാര്യമൊക്കെ അത് നടന്നു പോവാണ്. വേറെ ഒന്നല്ല, അവരുടെ ജനറ്റിക് കോഡ് ഉപയോഗിച്ചിട്ട് ലോകത്തുള്ള മറ്റുള്ള ആളുകളെയും ഇതുപോലെ മരിക്കാത്തവരാക്കി മാറ്റണം. ആ ഒരു രീതിയിലാണ് ഇവനിപ്പോൾ ആ ഒരു റിസർച്ച് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ഹീറോയിൻ അവരുടെ സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ബുക്കർ പറയും അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്, കുറച്ച് ടൈം എടുക്കും എന്ന് പറയുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഹീറോയിന്റെ തോള് വേദന എടുക്കുന്നു. അവൾ പതിയെ കൈ വെച്ച് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും കയ്യിൽ രക്തമുണ്ട്. എന്താണെന്നറിയുന്നില്ല. അവൾ അങ്ങനെ റൂമിലേക്ക് പോയിട്ട് ആ ഒരു ഡ്രസ്സ് മാറ്റി നോക്കുമ്പോൾ അവളുടെ ദേഹത്ത് ആ ഒരു മുറിവ് അതേപോലെ തന്നെ ഉണ്ട്, അത് ഉണങ്ങിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവൾക്കുള്ള ആ ഒരു പവർ ഉണ്ടല്ലോ അതിപ്പോ ഇല്ലാണ്ടായെന്നാണ് അതിനർത്ഥം. അപ്പൊ ഇത് മനസ്സിലാക്കുന്നത് ഹീറോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ വലിയൊരു ഡ്രസ്സ് എടുത്തിട്ട് ഇവരോട് പറയും ഞാനൊന്ന് വെളിയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അവരോട് ആ ഒരു കാര്യം പറയത്തില്ല. എന്നിട്ട് ഒന്നും മിണ്ടാതെ നേരെ വെളിയിലേക്ക് ഇറങ്ങി നേരെ അടുത്തുള്ളൊരു മെഡിക്കൽ ഷോപ്പിലേക്ക് പോവാണ്. അവിടെ ചെന്ന് അവൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളെല്ലാം വാങ്ങി, കാരണം ഈ ഒരു മുറിവിൽ വെക്കാൻ വേണ്ടി. എന്നിട്ട് ഇതിന് തയ്യലിടണം. ആ ഒരു ഷോപ്പിലുള്ള ലേഡിയോട് ഇവിടെ ബാത്റൂം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബാത്റൂം ഇല്ല, പക്ഷെ സ്റ്റോർ റൂം ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും പിന്നീട് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനെ ആ ഒരു മുറിയിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു പെണ്ണുണ്ടല്ലോ അവളാണ് ഈ ഒരു മുറിവിന് തയ്യലെല്ലാം ഇട്ട് കൊടുക്കുന്നത്. അതേസമയം ഇവിടെ നമ്മുടെ നിക്കിനെ ജോയിനെ കാണിക്കുമ്പോൾ ഇവരെ രണ്ടുപേരെയും ബെഡിൽ കെട്ടിയിട്ടിട്ട് അവരാവശ്യമായുള്ള രക്തം അതേപോലെ തന്നെ അവരുടെ ശരീരഭാഗം കട്ട് ചെയ്തെടുക്കുന്നു. ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും അവരുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്നുണ്ട്. പക്ഷെ അവരാണെങ്കിലോ ചിരിച്ചുകൊണ്ടിങ്ങനെ നിൽക്കാണ്, എത്ര കാലം ഞങ്ങൾ ഇങ്ങനെ സൂക്ഷിക്കാൻ കഴിയുന്നുള്ള രീതിയിൽ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ നിക്കി രാത്രി കിടന്നുറങ്ങി പെട്ടെന്ന് വീണ്ടും ഒരു സ്വപ്നം കണ്ട് ഇവൾക്ക് ഇത് തന്നെയാണ് പണി. അവൾ പിന്നെ സ്വപ്നം കണ്ട് എഴുന്നേറ്റ് വെളിയിലേക്ക് വരുമ്പോൾ ഹീറോയിൻ അവളുടെ ഫോണും കയ്യിൽ വെച്ച് നിൽക്കുന്നു. എന്റെ ഫോൺ എങ്ങനെ നിന്റെ കയ്യിൽ വന്നതെന്ന് പറഞ്ഞ് ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പോൾ ഇവര് രണ്ടുപേരും സംസാരിക്കുകയാണ്. അപ്പോൾ ഹീറോയിന്റെ അച്ഛനും ഒരു പട്ടാളക്കാരനായിരുന്നു, അയാൾ മരണപ്പെട്ടത് യുദ്ധത്തിലാണ്. അപ്പൊ ആ ഒരു കാര്യമെല്ലാം നൈല് പറയുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട് അതൊന്നും പ്രധാനമല്ല, പക്ഷേ നമ്മൾ ഒരാൾക്ക് സത്യം ചെയ്തു കൊടുത്തിട്ട് ജീവനോടെയുള്ള ഒരാളെ അന്വേഷിക്കാതിരിക്കുന്നുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ തെറ്റ്. കാരണം ക്യൂനെ ഞാൻ സത്യം ചെയ്തു കൊടുത്തിരുന്നു, അതുമല്ല അവളെ അന്വേഷിക്കുന്നത് ഞാൻ നിർത്തുകയും ചെയ്തു. അത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. പക്ഷെ ഇനി എന്തായാലും നിക്കിനെയും ജോയിനെയും എന്തായാലും രക്ഷിച്ചേ പറ്റൂ, അതെന്തായാലും നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ ഇവർ 3 പേരും കൂടി ചേർന്ന് ഇപ്പോൾ നിക്കിനെയും ജോയിനെ എവിടെയാണ് പൂട്ടിയിരിക്കുന്നത് എന്നുള്ള ആ ഒരു സ്ഥലം ഇവർ കണ്ടുപിടിച്ചു. അങ്ങനെ ഇവർ വണ്ടിയും കൊണ്ട് നേരെ അതിന് വെളിയിലേക്ക് വന്നിട്ട് ഈ ഒരു കാറിൽ നിന്നും എല്ലാവർക്കും തോക്കെടുത്ത് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ബുക്കർ ആ ഒരു തോക്കെല്ലാം വാങ്ങി അകത്തേക്ക് പോകുന്ന സമയത്താണ് നൈലിന്റെ കയ്യിൽ ആ ഒരു തോക്ക് കൊടുക്കുമ്പോൾ അവൾ പറയും, സോറി എനിക്കിത് ചെയ്യാൻ കഴിയത്തില്ല. എന്തു പറ്റി? എനിക്കിങ്ങനെ സാധാരണ ആളുകളെ നിങ്ങൾ കൊല്ലുന്നത് പോലെ കൊല്ലാൻ കഴിയത്തില്ല, എനിക്കെല്ലാവരും സംരക്ഷിക്കണം, അതാണ് ആവശ്യം. അതുകൊണ്ട് ഈ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, ശരി അങ്ങനെയാണെങ്കിൽ ദേ ഈ ഒരു തോക്ക് വെച്ചോ, എന്നിട്ട് കാർ എടുത്ത് നീ എവിടെയെങ്കിലും പോയിക്കോ, പോകുന്ന സമയത്ത് ആ ഒരു തോക്കും ബാക്കി കാര്യങ്ങളെല്ലാം കാറിൽ തന്നെ ഉപേക്ഷിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിട്ട് ഇപ്പോൾ ഹീറോയിൻ അകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ബുക്കറും ഹീറോയിനും മാത്രമേ ഉള്ളൂ. അവളില്ല എന്നുള്ള കാര്യം ബുക്കറിനോട് പറഞ്ഞിട്ട് എപ്പോഴത്തെയും പോലെ തന്നെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നു എന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അകത്തേക്ക് ഇങ്ങനെ കയറി പോവാണ്. അതേസമയം നൈലാണെങ്കിലോ അവൾ ആ ഒരു കാർ എടുത്ത് തിരിച്ച് ഒരുപാട് ദൂരം പോയിട്ട് ഇപ്പൊ അവസാനം ആ ഒരു കാർ ഉപേക്ഷിക്കുന്ന സമയത്ത് ഈ ഒരു കാറിലുള്ള തോക്കും കാര്യങ്ങളൊക്കെ എടുത്ത് കളയണമല്ലോ, അതിനുവേണ്ടി അവൾ ആ ഒരു തോക്കെല്ലാം എടുത്ത് ബാഗിലേക്ക് ഇടുമ്പോഴത്തേക്കാണ് ഈ ഒരു ബുള്ളറ്റ് അവിടെ തന്നെയുണ്ട്. ഇത് അവളുടെ കയ്യിലിരിക്കുന്ന തോക്കിന്റെ ബുള്ളറ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ ഇത് ഏതാണെന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിന്റെ കയ്യിലുള്ള ആ ഒരു തോക്കിലെ ബുള്ളറ്റാണിത്. എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നതും ഇവിടെ ഹീറോയിനും ബുക്കറും പതിയെ ജെയിംസ് ഉള്ള ആ ഒരു സ്ഥലത്തേക്ക് അവന്റെ ആ റൂമിലേക്ക് കയറി ചെല്ലുന്നതും ജെയിംസിനെ കാണുമ്പോൾ തന്നെ ജെയിംസ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അതുപോലെ അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ കണ്ടുപിടിച്ചതുപോലെ ആ ഒരു ചുമരിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്, അതെന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. ബുക്കർ പെട്ടെന്ന് നമ്മുടെ ഹീറോയിനെ ഷൂട്ട് ചെയ്യും പുറകിൽ നിന്നും, എന്നിട്ട് ഓടി വന്ന് അവളുടെ കൈയും കാലെല്ലാം കെട്ടിയിടുകയാണ്. ബുക്കർ അവളെ ചതിച്ചു. അപ്പോഴാണ് ജെയിംസ് പറയുന്നത്, നിന്നെ പറ്റിയുള്ള നിന്റെ ചരിത്രം മുഴുവനും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. പല കാലഘട്ടങ്ങളിലെ പല പേരുകളിലെ നീ ഒരുപാട് യുദ്ധം ചെയ്തു, ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചു. അങ്ങനെ രക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് പല തലമുറകളായിട്ട് ഇപ്പോഴും ജീവിച്ചു വരുന്നത്. അതുപോലെ ഞാൻ ഇതെല്ലാം ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയോ? എന്റെ ഭാര്യയും ഇതുപോലെയാണ് മരണപ്പെട്ടത്, ക്യാൻസർ ബാധിച്ച്. അവളെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല, അതുപോലെ വേറൊരാൾക്ക് സംഭവിക്കരുത്, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇതെല്ലാം സ്റ്റീവന് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ബുക്കറിനോട് നീ എന്തിനാ എന്നെ ചതിച്ചെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, നമ്മൾ എന്തായാലും എത്ര കാലം ഒളിച്ച് ജീവിച്ചാലും അവർ നമ്മളെ കണ്ടുപിടിക്കും, അത് അവസാനിപ്പിക്കണ്ടേ, അതിനുവേണ്ടി എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ ഹീറോയിനെ കൊണ്ട് അതൊരിക്കലും കഴിയുന്നില്ല.
അപ്പോഴാണ് ബുക്കർ അവളുടെ വയറിലേക്ക് നോക്കുമ്പോഴത്തേക്കും മുറിവ് ഇപ്പോഴും ഉണങ്ങുന്നില്ല. ഹേയ്, നിനക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവളുടെ ശക്തി നഷ്ടപ്പെട്ടു എന്നുള്ള ആ ഒരു കാര്യം അവൾ പറയുന്നതും ബുക്കറിന്റെ ഈ ഒരു കാര്യം ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ജെയിംസിനോട് പറയും അവൾ ഉടനെ മരിക്കും, എന്തെങ്കിലും ചെയ്തേ പറ്റി, അവളെ രക്ഷപ്പെടുത്തണം എന്നും പറഞ്ഞിട്ട് അവളെ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതിനകത്തേക്ക് സ്റ്റീവന്റെ ആളുകൾ കയറി വന്നിട്ട് നമ്മുടെ ബുക്കറിനെ അങ്ങ് പിടിക്കുന്നു. അതുകൊണ്ട് അവന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. എന്നിട്ട് സ്റ്റീവൻ വന്ന് ഓക്കെ, രണ്ടുപേരെ കൂടി കിട്ടിയിട്ടുണ്ട്, ഇവരെന്തായാലും കൊണ്ടുപോകാന്ന് പറയുമ്പോഴത്തേക്കും ജെയിംസ് പറയും പക്ഷെ അവളുടെ ശക്തി നഷ്ടപ്പെട്ടു, അവളൊരു ഇമ്മോർട്ടൽ അല്ല, അവൾ ഇപ്പോൾ തന്നെ മരിക്കും, അവളെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറയുമ്പോൾ ഓക്കെ അത് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബുക്കറിന്റെ കഴുത്തിലേക്കും അതേപോലെ തന്നെ ഹീറോയിന്റെ കഴുത്തിലേക്കും എന്തോ ഒരു മരുന്ന് കുത്തിവെച്ച് ഇവരെ രണ്ടുപേരുടെയും ബോധം പോയി. എന്നിട്ട് അവരെ എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും ജെയിംസ് പറയുന്നുണ്ട് ഹേയ്, ഇവരെ കൊണ്ടുപോയിട്ട് ഒരിക്കലും കൊല്ലരുത്, നിന്റെ പരീക്ഷണം കഴിഞ്ഞാൽ ഇവരെ വെറുതെ വിടണമെന്ന് പറയുമ്പോൾ അവൻ പറയും അതൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ജെയിംസിന്റെ തലയിലേക്ക് ഒരു ഒറ്റയിടി. കാരണം ജെയിംസ് ഉദ്ദേശിച്ചത് ഇവരെ വെച്ചിട്ട് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ സ്റ്റീവൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബുക്കറിനെയും അതേപോലെ തന്നെ ഹീറോയിനെയും ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവരെ രണ്ടുപേരെ കെട്ടിയിടുന്നു. എന്നിട്ട് പറയും ഉടനെ തന്നെ ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്യും എന്നും പറഞ്ഞിട്ട് സ്റ്റീവൻ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഹീറോയിൻ എന്തായാലും ബുക്കറിനെ പറ്റിയുള്ള ആ ഒരു കാര്യം നിക്കിയോടും ജോയിയോടും പറയും, ഇവൻ ചതിച്ചു എന്നുള്ള കാര്യം. അതേസമയം ഇവിടെ നമ്മുടെ ജെയിംസ് ആകെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കാണ് അതിനകത്തേക്ക് നൈല് കയറി വരുന്നത്. അപ്പോൾ അവൻ ചോദിക്കും അല്ല നീ ആരാന്ന് ചോദിക്കുമ്പോൾ അവൾ ഇവിടുന്ന് തോക്കെടുത്ത് അവളുടെ കാലിലേക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കും. ആ ഒരു മുറിവ് ഉണങ്ങുകയും ചെയ്യും. ഞാൻ അവരിൽ ഒരാളാണ്, അവരെവിടേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്, ഇതെന്താ രക്തമെന്ന് ചോദിക്കുമ്പോൾ അത് ആന്റിയുടെ മുറിവ് ഒരിക്കലും ഉണങ്ങുന്നില്ല അതാണെന്ന് പറയുമ്പോഴത്തേക്കും നൈലിന് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അവളും ആ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. അതുമല്ലാതെ ജെയിംസ് കണ്ടുപിടിച്ച ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം ആ ഒരു പേപ്പർ കട്ടിങ്ങും ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ നൈല് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഈ രാജാക്കന്മാരുടെ കാലഘട്ടം മുതൽ തന്നെ ഹീറോയിൻ ഇവിടെ ജീവിച്ചിരുന്നു. അപ്പൊ അത്രയും കൊല്ലം അവൾ ജീവിച്ചാണ് ഈ ഒരു സമയം വരെ അവൾ എത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഹീറോയിൻ മനസ്സിലാക്കും. അപ്പൊ ജെയിംസ് പറയും ഞാൻ ഒരിക്കലും മോശമായിട്ട് ചിന്തിച്ചിട്ടില്ല, നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്, പക്ഷെ എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയുമ്പോൾ നൈല് ചോദിക്കും അവരെവിടെ, എനിക്കറിയാം, നമുക്ക് അവിടേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നൈലിനെയും കൂട്ടി ജെയിംസ് ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ നൈലും ജെയിംസും ആ ഒരു ബിൽഡിങ്ങിലേക്ക് ചെന്നിട്ട് ഇപ്പൊ ഇവര് രണ്ടുപേരും അകത്തേക്ക് പോകാനായിട്ട് വരുമ്പോൾ നൈല് പറയും ഞാൻ എന്തായാലും മുന്നേ പോവാം, കാരണം അവർ വെടിവെച്ചാൽ എനിക്കൊരു കുഴപ്പം സംഭവിക്കത്തില്ല, അതുകൊണ്ട് നിങ്ങൾ എന്റെ പുറകെ തന്നെ വന്നാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നൈൽ ഒറ്റയ്ക്ക് അകത്തേക്ക് കയറി പോകുന്നു. അതുമല്ല അവളുടെ കയ്യിലാണെങ്കിൽ ഒരു ബാഗ് ഇരിപ്പുണ്ട്. ആ ഒരു ബാഗിൽ ഹീറോയിന്റെ ആ ഒരു വലിയ വാളുണ്ടല്ലോ അതാണ്. അങ്ങനെ അവൾ അവസാനം നേരെ മുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഒരു സെക്യൂരിറ്റി വന്ന് അവളെ തടഞ്ഞിരിക്കും. അപ്പോൾ നൈൽ അവളുടെ കയ്യിലുള്ള തോക്കെടുക്കുമ്പോഴത്തേക്ക് ആ ഒരു സെക്യൂരിറ്റി നൈലിനെ ഷൂട്ട് ചെയ്ത് താഴെയിടുന്നു. അവൾ മരിച്ചെന്ന് വിചാരിച്ചിട്ട് അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ മരിച്ചില്ല എന്ന് നമുക്കറിയാം. അങ്ങനെ അവനെ ഷൂട്ട് ചെയ്ത് കൊന്നിട്ട് വീണ്ടും അകത്തേക്ക് തന്നെ കയറി പോവാണ്. അതേസമയം ഉള്ളിൽ കാണിക്കുമ്പോഴത്തേക്കും ഇവരെല്ലാവരും നമ്മുടെ ബൂക്കർ ചെയ്ത ആ ഒരു തെറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ ബൂക്കർ അതിനുവേണ്ടിയുള്ള മറുപടിയും പറയുന്നുണ്ട്. ഇപ്പൊ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ നൈല് വെളിയിലൂടെ ഓരോരുത്തരായിട്ട് കൊന്നു അകത്തേക്ക് വരുമ്പോഴത്തേക്കും അവളുടെ കയ്യിലുള്ള ആ ഒരു ബാഗ് ഉണ്ടല്ലോ അത് നേരെ താഴേക്ക് വന്ന് വീഴും. അപ്പൊ സ്റ്റീവൻ എന്ന് പറഞ്ഞ അവനാണെങ്കിൽ ആ ഒരു ബാഗ് കണ്ടുപിടിച്ച് അതും എടുത്ത് അവൻ അവിടെ നിന്ന് പോവാണ്. അതേസമയം ഇതിനുള്ളിലാണെങ്കിലോ ഇപ്പൊ നമ്മുടെ നൈല് ആ ഒരു ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നതും ഇവരെല്ലാവരെയും കണ്ടുപിടിച്ചു. അവിടെയുള്ള ആ ഒരു ലേഡി ഡോക്ടറെ ഇടിച്ചു കളഞ്ഞിട്ട് നൈല് നേരെ വന്ന് നമ്മുടെ ഹീറോയിന്റെ കെട്ടം കഴിക്കും. എന്നിട്ട് അവളുടെ കയ്യിൽ ഒരു തോക്കും കൊടുക്കും. അപ്പൊ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് നീ വരുന്നില്ല എന്ന് പറഞ്ഞ് പോയതല്ലേ, പക്ഷെ ഞാൻ തിരിച്ചു വന്നു എന്നും പറഞ്ഞ് ബാക്കിയുള്ളവരുടെ കെട്ടൽ അഴിക്കുമ്പോഴത്തേക്കും അവർ പറയുന്നുണ്ട് ബൂക്കറിന്റെ കെട്ടഴിക്കണ്ട, അവൻ നമ്മുടെ ചതിച്ചതാണെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും ഇപ്പൊ അതിനുള്ള സമയമല്ല, ബൂക്കർ നീ എനിക്കൊരു സത്യം ചെയ്തു തന്നിട്ടുണ്ട്, അതുപോലെ എന്ത് ചെയ്താലും നമ്മൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും, അതുകൊണ്ട് ഇപ്പൊ അതിനുള്ള സമയമല്ല എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്. അപ്പൊ ഇനിയാണ് മറ്റൊരു കാര്യം, നമ്മുടെ ഹീറോയിന് ആ ഒരു ഇമ്മോർട്ടൽ പവർ ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ ഹീറോയിന് ആ ഒരു കഴിവ് നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഇപ്പോൾ ഹീറോയിനെ കവർ ചെയ്തിട്ടാണ് ഇവർ പോകുന്നത്. അത് നല്ല രസമാണ് കാണാനായിട്ട്. കാരണം ഇത്രയും നേരം നമ്മൾ കണ്ടപ്പോഴത്തേക്കും ഹീറോയിനാണ് എപ്പോഴും ഇവരെല്ലാവരെയും കൊല്ലാൻ വേണ്ടി മുന്നിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഹീറോയിനെ കവർ ചെയ്ത് മുന്നിലും പുറകിലുമായിട്ടാണ് ഇവർ പോകുന്നത്. കാരണം അവർക്ക് നല്ലതുപോലെ തന്നെ അറിയാം. അപ്പൊ ആ ഒരു രീതിയിൽ നല്ലതുപോലെ ഫൈറ്റിലാണ് നടക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റീവൻ എന്ന് പറഞ്ഞ അവനാണെങ്കിലോ ഹീറോയിന്റെ ആ ഒരു വാളും കയ്യിലെടുത്ത് വെച്ചിട്ട് ഇവർ വരുമ്പോഴത്തേക്ക് വെട്ടാൻ വേണ്ടി കുറച്ചുപേരെ മുന്നിൽ നിർത്തി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കാണ്. അങ്ങനെ ഇവരുടെ ആ ഒരു ഫൈറ്റ് അത് വേറെ ലെവലാണ്. നമ്മുടെ നിക്കിയും ജോയും രണ്ടുപേരും ഗേ ആണ്. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും പരസ്പരം ഈ ഒരു തോക്കുകൾ കൈമാറിയിട്ട് അങ്ങനെയുള്ളൊരു ഫൈറ്റ് ഉണ്ട്. അതിലൊരവസരത്തിൽ ഇതിനകത്തേക്ക് ഒരു ബോംബ് എടുത്തെറിഞ്ഞിട്ട് നിക്കിയുടെ അടുത്തേക്ക് ഒന്ന് ഒരുത്തൻ അവന്റെ വായിലേക്ക് തോക്ക് വെച്ച് ഷൂട്ട് ചെയ്ത് കൊടുക്കും. ഇത് കണ്ട ജോ ആണെങ്കിൽ ഓടി വരുമ്പോഴത്തേക്കും അവൻ വെളിയിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു സമയം കണ്ട് ഇവരെല്ലാവരും വെളിയിലേക്ക് വരുമ്പോൾ നിക്കി എന്തായാലും ജീവനോടെ തിരിച്ചു വരും. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇവർക്കാർക്കും ഇപ്പൊ വെളിയിലേക്ക് പോകാനായിട്ട് കഴിയുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ ഇനിയെ ക്ഷമിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അടുത്തുള്ളൊരു കോടാലി തകർത്ത ആ ഒരു കോടാലി എടുത്ത് നേരെ അവളുടെ അടുത്തേക്ക് പോയിട്ട് തോക്കൊന്നും കയ്യിലില്ല, വെടികൊണ്ടാൽ അവൾ മരിക്കുമെന്ന് അവൾക്കറിയാം. എന്നിരുന്നാലും വേറെ ലെവലിൽ എല്ലാത്തിനെയും അങ്ങ് കൊല്ലും. അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് ഒരു തടിമാടനുണ്ട്. അയ്യോ, അവനുമായിട്ടുള്ള ഫൈറ്റാണ് വേറെ ലെവല്. എത്ര ഇടിച്ചിട്ടും അവൻ വീഴുന്നില്ല. അവസാനം ഇടിച്ചിടിച്ചിടിച്ച് ഒരു വിധത്തില് അവനെയും കൊല്ലുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് ഇനിയിപ്പോ സ്റ്റീവന്റെ അടുത്തേക്ക് പോകണം.
അവനാണെങ്കിലും മുകളിലത്തെ റൂമിലാണ്. എങ്ങനെ പോകുന്നു പ്ലാൻ ചെയ്ത് നിൽക്കുന്നു. അവനാണെങ്കിൽ ആ ഒരു റൂമിൽ ഒരുപാട് പേരെ മുന്നിൽ തോക്കും വെച്ചിട്ട് നിർത്തിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് മുന്നിലേക്ക് പോകുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഹീറോയിനും നൈലും ഡോറിന്റെ വെളിയിൽ വന്നിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അവരാണെങ്കിൽ ഇവരകത്തേക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ കുറെ നേരമായിട്ട് ഇവർ അകത്തേക്ക് കയറുന്നില്ല. അപ്പോൾ സ്റ്റീവൻ പറയും, എന്തുകൊണ്ടാണ് നിങ്ങൾ അകത്തേക്ക് വരാത്തത്? പെട്ടെന്ന് വാന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ പെട്ടെന്ന് പുറകിലൂടെ ആ ഒരു ഗ്ലാസും പൊട്ടിച്ച് ജോയ് ഉണ്ടല്ലോ അവൻ അകത്തേക്ക് വന്ന് വീഴാണ്. എന്നിട്ട് ഈ ഒരു ഡോറും തുറന്ന് ഹീറോയിൻ അകത്തേക്ക് വന്ന് വീണ്ടും ഇവരെ എന്നിട്ട് ഹീറോയിൻ ഈ ഒരു ഡോറും തുറന്ന് അകത്തേക്ക് വന്ന് അവിടെയുള്ള എല്ലാത്തിനെയും ഇവരെല്ലാവരും കൂടി ചേർന്ന് അങ്ങ് കൊല്ലും. അതുമല്ല, ഇതിൽ നമ്മുടെ നിക്കിയുടെ വായിലേക്ക് ഒരുത്ത ഷൂട്ട് ചെയ്തല്ലോ, അവനെ ജോ പ്രത്യേകം കണ്ടിട്ട് നീ ഒരിക്കലും അവന്റെ വായിലേക്ക് ഷൂട്ട് ചെയ്യാൻ പാടില്ലായിരുന്നെന്നും പറഞ്ഞ് അവൻ അങ്ങനെ പൊക്കിയെടുത്ത് താഴേക്കൊരു ഒറ്റയിടി അവന്റെ തല ഒടിഞ്ഞിട്ട് അവൻ അവിടെ വെച്ച് മരിക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോയിനായാലും സംസാരിക്കുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഇനി നീ എന്നെ ഓർമ്മപ്പെടുത്തണം. ഓർമ്മപ്പെടുത്താനായിട്ട്? കാരണം ഇത്രയും കാലം എന്നെ ആർക്കും കൊല്ലാൻ കഴിയത്തില്ലായിരുന്നു, പക്ഷെ ഇനി അത് കഴിയും. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം നീ എന്നെ ഓർമ്മപ്പെടുത്തണം എന്നെല്ലാം പറയുമ്പോഴത്തേക്കും സ്റ്റീവൻ പെട്ടെന്ന് അതിനകത്തേക്ക് കയറി വരും. എന്നിട്ട് അവൻ തോക്കും കൊണ്ട് ഇവരുടെ മുന്നിലേക്ക് നിൽക്കുമ്പോൾ അതുപോലെ നമ്മുടെ ഹീറോയിനെ എയിം ചെയ്തിട്ടാണ് അവൻ നിൽക്കുന്നത്. കാരണം അവൾക്ക് ആ ഒരു പവർ ഇല്ല എന്നുള്ള കാര്യം അവൻ അറിയാം. അതുകൊണ്ട് നിന്നെ കൊണ്ട് ഒരു വിലയുമില്ല, കാരണം നിന്നെ എനിക്ക് ആവശ്യമില്ല, നീ എത്ര പേരെ രക്ഷിച്ചാലും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ നിൽക്കുമ്പോൾ ഹീറോയിൻ നൈലിനോട് പറയും, നൈൽ അവന് റഷ്യൻ അറിയുമെന്നാണ് തോന്നുന്നത് എന്നും പറഞ്ഞ് പെട്ടെന്ന് റഷ്യൻ ഭാഷയിൽ അവളോട് ഒരു കാര്യം പറയുമ്പോൾ നൈല് പെട്ടെന്ന് ഹീറോയിനെ ഷൂട്ട് ചെയ്യും. അപ്പൊ ഇവന്റെ ശ്രദ്ധ തിരിയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനെ ബുള്ളറ്റ് കൊണ്ടില്ലായിരുന്നു. ഇവർ ആ ഒരു വിമാനത്തിൽ ചെയ്ത കാര്യമാണ് ചെയ്തത്. ഹീറോയിൻ അങ്ങനെ കറങ്ങി വന്ന് അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു വാളെടുത്ത് അങ്ങനെ വീശി ഒരു ഒറ്റ വിട്ട് അവന്റെ കഴുത്തിലേക്ക്. അപ്പോഴും അവൻ മരിക്കാതെ പതിയെ ആ ഒരു തൂക്കെടുത്ത് ഹീറോയിനെ ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ ഇത് കണ്ട നൈല് ഓടി വന്ന് അവനെയും പിടിച്ചിട്ട് ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് ഒരു ഒറ്റച്ചാട്ടം നേരെ താഴെ കിടക്കുന്ന ഒരു കാറിന് മുകളിലേക്ക് വന്ന് വീഴും. അവൻ അവിടെ വെച്ച് മരിച്ചു. അതേപോലെ തന്നെ നമ്മുടെ നൈലും അവിടെ വെച്ച് മരിക്കാണ്. പക്ഷെ അവിടെ മരിക്കത്തില്ല. ഇവരെല്ലാവരും അത് കഴിഞ്ഞ് നേരെ താഴേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും നൈലിന്റെ ശരീരം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വന്നിട്ട് അവളിപ്പോ വീണ്ടും തിരിച്ചു വരുന്നു. അങ്ങനെ അവളെയും പിടിച്ച് ബാക്കിയുള്ള എല്ലാവരും അടുത്തുള്ള മറ്റൊരു കാറിൽ കയറിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടങ്ങ് പോവാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബുക്കർ ഉണ്ടല്ലോ, അവൻ ഇപ്പോൾ ഇവരോട് അവസാനമായിട്ട് സംസാരിക്കുകയാണ്. കാരണം അവൻ ചെയ്ത ആ ഒരു തെറ്റ് കാരണം അവര് തന്നെ ഒരു കുറ്റബോധം തോന്നിയിട്ട് അവൻ ഇവരുടെ ടീമിൽ നിന്നും മാറി നിൽക്കാൻ പോകുന്നു. അപ്പോൾ ഹീറോയിൻ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട്, ചിലപ്പോൾ ഇനി ഒരു 100 വർഷം കഴിഞ്ഞിട്ട് നൈലിനെ ചിലപ്പോൾ നീ കാണും, അപ്പോഴും നീ ഒറ്റയ്ക്ക് തന്നെ ജീവിക്കണം, അതെല്ലാം ആലോചിച്ചിട്ട് തന്നെ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അതെല്ലാം എനിക്ക് അറിയാമെന്നും പറഞ്ഞ് ഇപ്പൊ അവസാനമായിട്ടും ഹീറോയിൻ അവനെ അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇപ്പൊ ഇവര് രണ്ടുപേരും പിരിയുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ, നൈല്, നിക്കി, ജോയി ഇവർ 4 പേരും ഒറ്റയ്ക്ക് പോവാണ്. ബുക്കർ ഇനി ഒറ്റയ്ക്ക് ജീവിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞ് ഇവർ നേരെ വരുന്നത് ജെയിംസിന്റെ അടുത്തേക്കാണ്. എന്താന്ന് വെച്ചാൽ അവൻ ഇപ്പോൾ ഇവരെ വെച്ചൊരു ടീമാക്കി, ഇനി മുതൽ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാം, നിങ്ങൾക്ക് ജോലിയല്ലേ വേണ്ടേ, അതുപോലെ ഇനിയും ഒരുപാട് വർഷം നിങ്ങൾ ജീവിക്കേണ്ടതാണ്, അതുകൊണ്ട് വെറുതെ ഇരിക്കേണ്ട, നമുക്ക് തെറ്റുകൾ ചെയ്യുന്നവരെ കണ്ടുപിടിച്ച് അവരെ ശിക്ഷിക്കാം എന്നുള്ള രീതിയിൽ നമ്മുടെ ജെയിംസ് ഈ ഒരു ടീമിനെ റെഡിയാക്കി ഇനിയുള്ള കാലം ഇവർ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യും എന്നും കാണിച്ച് ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഒരു സീനും കൂടിയുണ്ട്. എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബുക്കറില്ലേ, അവനിപ്പോൾ ഏതൊരു വീടിനകത്തേക്ക് കയറി വരുന്നതും അതിനകത്ത് വേറൊരു പെണ്ണിങ്ങനെ നിൽക്കുന്നു. ആരാണെന്ന് കാണിക്കുമ്പോഴത്തേക്കും അത് ക്യൂൻ എന്ന് പറഞ്ഞിട്ട് 100 വർഷങ്ങൾക്ക് മുന്നേ ശവപ്പെട്ടിക്കുള്ളിലാക്കി കടലിലെറിഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ, അവളാണിപ്പോൾ അവനോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു മൂവി 2020 പുറത്തിറങ്ങിയതാണ്. 2025 ഇതിന്റെ 2ാമത്തെ പാർട്ട് അവർ പുറത്തിറക്കിയിട്ടുള്ളത്. ഈ ഫസ്റ്റ് പാർട്ട് കണ്ടപ്പോഴത്തേക്കാണ് സത്യത്തിൽ ആ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും ഈ ഒരു മൂവി കണ്ട് തീർത്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. 2ാമത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഡൗൺലോഡ് ചെയ്ത് കണ്ട് അതിന്റെ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞ ഉടനെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരു ദിവസം ഒന്ന് വെയിറ്റ് ചെയ്ത് തന്നാൽ മതി. ഓക്കെ, വെയിറ്റ് ചെയ്തിരിക്കാൻ പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ആ ഒരു കടലിൽ ഇത്രയും വർഷം കിടന്ന ആ ഒരു പെണ്ണെങ്ങനെ തിരിച്ചു വന്നു, അതുമല്ല അതിൽ വേറെ എന്തൊക്കെയോ കഥാപാത്രങ്ങളുണ്ടെന്ന് തോന്നുന്നു. അതെന്തായാലും നമുക്ക് അടുത്ത പാർട്ടിൽ കണ്ട് മനസ്സിലാകാം. നിങ്ങൾ ട്രെയിലർ ഒന്ന് കണ്ടുവച്ചേക്കുക, എന്നിട്ട് നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഇല്ല നിങ്ങൾ സെക്കൻഡ് പാർട്ട് ഡൗൺലോഡ് ചെയ്ത് കാണുവാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യം, മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, അത്ര മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അതുവരേക്കും ബൈ.